അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. അപ്പൊ ഇന്ന് ഇവിടെ അടിച്ചു വാരലും നിങ്ങൾ നേരം വിചാരിക്കും എല്ലാം ഒന്ന് അടിച്ചു വാരലില്ലേ, അങ്ങനെയല്ല, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ബാക്കിലുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എലി വരുന്നുണ്ട്. എലിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് വാഷിംഗ് മെഷീനും അതിന്റെ വയറാൻ തോന്നുന്നു. ഒന്നിന്റെ വയറ് കെട്ടിയിരിക്കുന്നത്, ഒന്ന് പുതിയ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല. എന്താ അറിയില്ല, പ്ലഗിൽ പവർ വരുന്നുണ്ട്, പക്ഷെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അത് എനിക്ക് തോന്നുന്നു എലി തന്നെയാണ്, കാരണം എലി ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ ബാക്കില് രാവിലെ എഴുന്നേറ്റ് ഇത് അലക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇതാണ് ഇന്നത്തെ ദിവസം. ഇതാണ് നമ്മളെ വീടിന്റെ പിറകില്. ഇതൊക്കെ ഞാനിപ്പോ എടുത്ത് പുറത്തോട്ട് ഇട്ടതാട്ടോ. അപ്പൊ ഇതിലെ കൂടിയൊക്കെ ആയിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് 2 വാഷിംഗ് മെഷീൻ ഉണ്ട്. ആരെയും വിചാരിക്കും സ്റ്റൈലാക്കി 2 വാഷിംഗ് മെഷീൻ ആണ്. ഒന്ന് പഴയതാണ്, പിന്നെ ഒന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ, ഒന്ന് സെമി ഓട്ടോമാറ്റിക്, ഒന്ന് ഓട്ടോമാറ്റിക്. രണ്ടും വർക്ക് ചെയ്യുന്നില്ല. 2 ബക്കറ്റ് നിറച്ച് അലക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്നലെ അലക്കാനുള്ളതിനെ കൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തേക്ക് വാഷിംഗ് മെഷീൻ നന്നാക്കാൻ. ഇന്നലെ ഇലക്ട്രീഷ്യൻ വരും, അപ്പോൾ ചിലപ്പോൾ വയറിന്റെ പ്രശ്നമാണെങ്കിൽ മാറ്റാന്ന് വിചാരിച്ചു. നോക്കും വയറിന്റെ പ്രശ്നമല്ല, വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാ പോയെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അത് ഇന്നത്തേക്ക് കൂട്ടി വെച്ച് ഇന്നത്തെ കൊണ്ട് നമ്മൾ അലക്കുകല്ല് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് അലക്കല് രക്ഷയില്ല, കാരണം അത്രയും സാധനം ഉണ്ട്. ഇതൊന്നും നോക്കണ്ട, ഇവിടെ കുറെ കവർ കാണുന്നത് നമ്മളെ വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. ഇവിടെയുള്ള സാധനങ്ങള് ഇതൊക്കെ കവറിൽ സെപ്പറേറ്റ് വേസ്റ്റ് ഇട്ട് വെക്കണല്ലോ. പ്ലാസ്റ്റിക് വേസ്റ്റ്, ചിരട്ട തേങ്ങേന്റെ ചിരട്ട. നമ്മൾ ഇവിടെ ആയാലും ഒരു ആണിയൊക്കെ അടിച്ച് തൂക്കിയതിനൊക്കെ എടുത്ത് പുറത്തിട്ട്. ഇപ്പൊ എലീൻ നിങ്ങൾ എന്നാ പറയും, എലീൻ എന്താ പോക്കണ്ടേന്നുള്ളത്. അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും അത് അടിച്ചാൽ നന്നാവുമായിരിക്കും. ഇവിടെ ഇതിലേ കൂടി ചിലപ്പം ഈ പൈപ്പിൽ കൂടി തന്നെ മേലേക്ക് എലി കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഈ പൈപ്പിലൂടെ കയറുന്നുണ്ടാവും അല്ലേ. അതൊക്കെ ആയിരിക്കും. എന്തായാലും എലി വന്നിട്ടുണ്ട്, അതിന്റെ ഒരു ബാക്കി പത്രമാണ് വാഷിംഗ് മെഷീൻ. അടുക്കളയിലെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഇനിയിപ്പോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുകൊണ്ട് എല്ലാ സാധനങ്ങളും. ചോറ് വെച്ചിട്ടുണ്ട്. മീൻ കിട്ടിയ അതിലെ വേളൂരി വെള്ള കളറുള്ളതുകൊണ്ട് വേളൂരി എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ മീൻ മുറിച്ച് റെഡിയാക്കണം കേട്ടോ. ചൂളാന്ന് ഞങ്ങൾ പറയും, വേളൂരിയാണ്. ചൂള ഞാള് കൊയിലാണ്ടിക്കാര് ചൂളാന്നെല്ലാം പറയും. ഈ സാധനം എനിക്ക് എന്താ വേണം, എനിക്ക് കത്രിക വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് കത്തി കൊണ്ട് മുറിക്കാനല്ലേ. ഒരു കുടുക്ക വേണം അല്ലേ എക്സ്ട്രാ. കുഞ്ഞോ എല്ലാം ഫോണില് 3 ആളൂടെയും കളിക്കുക, എന്തോ സിനിമ കാണും എന്തോന്നാന്ന്. കുഞ്ഞോ അതിനുള്ളിൽ ഒരു കുടുക്ക എടുത്താ മോനെ. കുടുക്ക മീൻ കുടുക്ക. ദേവുവിന് ചെറുതായിട്ടൊരു പനിയുണ്ട്, ഒന്ന് അടുത്തൂടി പോയാൽ മതി. കൈ മുറിയുന്നു അങ്ങനെ മുറിച്ചിട്ട് നിറയെ വരവെക്കും. ഒരു ഉപകാരം കൂടി ചെയ്യാമോ? ചൂള തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പം ചൂളയ്ക്കുള്ള തേങ്ങ അരച്ചിലേക്കുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടി. ഇതൊരു എളുപ്പപ്പണിയും കൂടി കേട്ടോ. അല്ലേ പിന്നെ അതെല്ലാം നമ്മൾ വെവ്വേറെ ആക്കാൻ നിൽക്കണ്ടേ. വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇല്ലേ പിന്നെ ഈ തേങ്ങ അരയൂല, അതുകൊണ്ട് കുറച്ച് വെള്ളവും മുളക് പൊടി. എളുപ്പപ്പണി. തേങ്ങ നന്നായിട്ട് അരഞ്ഞിക്കും തോന്നുന്നല്ലേ. നല്ല മിക്സി നല്ല ചൂടായി പോയിക്കുന്നു. അരഞ്ഞിട്ട് കാശ്മീരി മുളകുണ്ടല്ലേ, കളർ ഉണ്ടാവാൻ. പുളി പിയ്യാം. പുളി പിയ്യാനായിട്ട് ഇനി ഒരു സമയം വേണ്ടല്ലോ. കറിവേപ്പില ഇടേണ്ടത്. കറിവേപ്പില പയറ് ഉപ്പേരി അല്ലേ. ഇത് കുറച്ച് നീളത്തിലരിയാട്ടാ. വെങ്കയ്യാനല്ല, ഇതങ്ങനെയാണ് മെഴുക്ക്.
കറി ഒരു സൈഡിന്നാന്നല്ലേ. ഓ പിന്നെ തിളച്ചിട്ടല്ലേ മീനോട്? അതിന് തിളച്ചിട്ടിട്ടോടും അയ്യ. നമ്മളെ മീനിട്ടോ ഈ കുറച്ച് വേവല്ലേ ഉള്ളൂ, കുറച്ചുകൊണ്ട് വേഗം തിളച്ചിട്ട് വേഗം ആവും. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്യാമറ കൂടി വരാത്തതിനെ കൊണ്ട് നിങ്ങൾ ഇയാള് മോശം പറയാം. ഉപ്പ് വേണം തോന്നുന്നു. എനിക്ക് ഉപ്പിടാൻ പേടി, എപ്പം ഞാനിട്ടാലും കുറച്ചങ്ങ് അധികമായി പോകും. പുളി കുറവാണോ ഡൗട്ടുണ്ട്. നമ്മളെ കമ്പനിക്കാരനാ രജീഷ്, നമ്മൾ ഒന്നിച്ച് പഠിച്ചാ. നല്ല പെടക്കുന്ന അയില കേട്ടോ. അയില സ്പെഷ്യലാക്കി പറ്റിക്കാൻ പറ്റുമോ നോക്കട്ടെ. എപ്പോഴും പൊരിച്ചല്ലേ ഇതെന്നല്ലേ. ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചീരപ്പറങ്ങി മുളക് ഇതെല്ലാം കൂടെ ആയിട്ടോ. കുറച്ച് മറ്റേ നമ്മളെ വറ്റൽ മുളകിന്റെ ഉണ്ട് ഇതിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ഉപ്പേരിക്ക് വേണ്ടിയിട്ടാക്കി, ഉപ്പേരി കിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ ഒന്ന് പരീക്ഷണം കേട്ടോ. അത് എല്ലാവരും പരീക്ഷിച്ചോളൂ. ഇതിങ്ങനെ വറ്റിച്ചെടുക്കാം, അതൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവൂലേ. നല്ല അയില നീ കൊളാക്കരുത്. നോക്കി വെക്കാം, പരീക്ഷണം എങ്ങനെ വിജയിക്കും നോക്കണ്ടേ. മുളക് പൊടി ഇടണ്ട. മുളക് പൊടി ഇടാം. മുളക് പൊടി മറ്റേ ഇടാം, കാശ്മീരി അല്ലേ. കാശ്മീരി ഇടാം, നല്ല കളർ ഉണ്ടാവും. വറ്റിച്ചും കൂടെ ഇടാം. അതിനും കളറുണ്ട്, ആ മീൻകറിക്കും കളറുണ്ട്. ഞാൻ കുറച്ച് കാശ്മീരി അല്ലേ ഇട്ടത്. കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ വറ്റിച്ചിട്ടില്ല, പൊരിക്കുന്നതിന് പകരം വറ്റിച്ചിട്ടാക്കാം അല്ലേ. പിന്നെ നമ്മള് വാഷിംഗ് മെഷീൻ്റെ അല്ല ഇവിടെ ഇങ്ങനെ ഇതാണ് കംപ്ലൈൻറ്റ്. ഈ സാധനത്തിന് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മളെ പഴയ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, ഗോദ്രേജിൻ്റെ സാധനം. മറ്റേ ആളിത് LGൻ്റെ പുതിയ വാഷിംഗ് മെഷീനാണ്. മെഷീനെന്തോ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണ് തോന്നുന്നു, ഓഫായിട്ടൊക്കെ കിടക്കുന്നത്. എന്തായാലും ഇത് ഇയാൾ നന്നാക്കാൻ പോയിട്ട് ഇപ്പോൾ ഈ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് വേണം അലക്കാൻ. ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് കുറേ അല്ലേ. അലക്കാനുള്ള പോലെയോ അല്ലെ. ഞാനിപ്പം കല്ലിലോട്ട് പോകുന്നത് കാണാൻ അലക്കി എടുക്കണം. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, കാശ്മീരി ചില്ലി, നല്ല കളറായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. ഇഞ്ചിൻ്റെ സ്മെല്ല് മാറണേ, അതിൻ്റെ ടേസ്റ്റ്. പുളിയും കൂടി പിഴിഞ്ഞിട്ടുണ്ട്, വാളംപുളി. കറിവേപ്പില കുറവ്, എന്നാലും കുഴപ്പമില്ല, അത് മതി. കുറച്ചും കൂടി വെള്ളം വേണമല്ലോ അല്ലേ. കുറച്ചുകൂടി വെള്ളം വേണം. പിന്നെ അയിലപ്പം തന്നെ അങ്ങ് ഇടുന്നുണ്ടേ, കാരണം അയിലേക്ക് നല്ല വേവില്ലേ. ഇനി വാല് കിട്ടാനുള്ള അടിയായിരിക്കും. ഇവിടെ വാലിന് അടിയാട്ടോ. എനിക്ക് വാലി കറക്റ്റ് 3 വാലുണ്ടല്ലോ, ഭാഗ്യം. അങ്ങനെ നമ്മളെ വാഷിംഗ് മെഷീൻ തൽക്കാലം റെഡിയാക്കി കിട്ടി. കാർന്ന് തീർത്ത് വെച്ചിട്ടാ. ഇത് ഇയാള് തുറന്നു നോക്കി, അപ്പൊ അതിന്റെ കംപ്ലീറ്റ് എലി ഇതാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സാധനവും പലതും
ഇത് പിന്നെ നമ്മൾ നല്ലോണം റഫായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പൊ കംപ്ലൈന്റ് കാര്യമായിട്ടൊന്നുമില്ല. 1-2 സാധനം പഴക്കം കൊണ്ട് ഉള്ളില് ഉള്ളത് പിന്നെ അല്ലാതെ വന്ന കേടാ അല്ലേ. ഇത് പിന്നെ ഗോദ്രേജിന്റെ നല്ല എത്രയായാലും ഇതിപ്പോ സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും അലക്കാനുണ്ട്. ഈ സാധനം മാറ്റിയിട്ടുണ്ട്. അതന്നെ ഇത്രയും അലക്കാനുണ്ട്. ഇനി ഇതേപോലെ തന്നെ ആളിലുണ്ട് കേട്ടോ. എന്നാലും ഇത് ഭയങ്കര രക്ഷയാ. എത്രാന്ന് വെച്ചിട്ട് അലക്ക് നമ്മളിവിടെ കുറച്ച് നല്ലോണം തുണി ഉണ്ടാവുമല്ലോ, 2-3 വട്ടമായിട്ടൊക്കെ ഇതാക്കിയിടുന്നത്. അതാണ് ഇത്രയും അലക്കാനുണ്ട്. അതിന് അലക്കുന്ന ഒന്നും പറയണ്ട. ഇവിടെ ചോറ്, അയില വറ്റിച്ചത്, പയറിന്റെ ഉപ്പേരി, പപ്പടം. ഇങ്ങനെ ആരെങ്കിലും പൊരിക്കുന്നുണ്ടാവും. പപ്പടം തൊപ്പിച്ചതാണ്, അതുകൊണ്ട് ഉപ്പേരി പോലെ ആയി എന്നാണ് കേട്ടോ. വാല് മാത്രം പറ്റുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇതാട്ടോ വരട്ടിയ അയില, നല്ലോണം വരട്ടിയിട്ടുണ്ട് അയില. പിന്നെ നമ്മളെ വേളൂരിയുടെ മീൻകറി, നല്ല കൊഴുത്ത മീൻകറിയാ. വേളൂരി എന്ന് പറയും ചേട്ടാ. ഞങ്ങള് വേളൂരി എന്ന് പറയല്. വടകരക്കാർ എല്ലാവരും അങ്ങനെ തന്നെ പറയാ വേളൂരി. ഇപ്പം തന്നെ തീർന്നു, എനിക്കില്ല. കണ്ടില്ലേ പാവം രാവിലെ തുടങ്ങി. ഞാനും കൂടി ഉണ്ട്. എന്നാലും കഷ്ടപ്പാടാ, വെറും കഷ്ടപ്പാടാ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ വാഷിംഗ് മെഷീൻ്റെ അവിടെയൊക്കെ അതൊന്ന് റെഡിയാക്കി ഇപ്പോൾ അലക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അലക്കിയത് കൂടി കൊണ്ടുപോകണം. ഇത് ഒന്നാമത്തെ നമ്മള് ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ വൃത്തിയാക്കണം എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ അന്നേരം പേർക്ക് ഇത് എല്ലാം വൃത്തിയിടാണല്ലോ. 1 തൊട്ട് 2 തൊട്ട് 3 തൊട്ട് പിന്നെ രാവിലെ തുടങ്ങി തന്നെ എലീനെയാണ്. എലീന് എന്തായാലും നമുക്ക് പണി കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനിയിപ്പൊ എലീന്റെ മറ്റേ പണ്ട് വെക്കുന്ന എന്താ എലിപ്പെട്ടി അല്ലേ, എലിപ്പെട്ടി വാങ്ങണം. തേങ്ങാപ്പുളി വെച്ചിട്ട് അതൊക്കെ ചെയ്യേണ്ടി വരും. ഇത്രയെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനിയുണ്ട്. ഞാൻ എന്തായാലും മുറ്റം ഞാൻ അത് റെഡിയാക്കി, ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മേലത്തെ ആറിയിടല് ഞാൻ അറിയിടാം. നിന്ന ബാക്കിയുള്ള പരിപാടി ഫ്രണ്ടിലുണ്ടാവും. ആറിയിടല് ഞാൻ ഇടാം. അപ്പൊ എന്നാൽ ഞാനിന്ന് ആറിയിട്ടിട്ട് വരാം. മേലെ പോയിട്ട് അറിയില്ല. ഒരു ദിവസം തിരുമ്മിയിട്ടില്ലെങ്കില് ഭയങ്കര കഷ്ടപ്പെടല് കേട്ടോ. ഇവിടുത്തെ ചെരുപ്പ് തേച്ചോർന്ന ഷൂവാ എന്റെ പൊന്നോ. ഇനി പതപ്പളാ വെയിലത്ത് ആറുക. വെയിലില്ലാലോ, വെയില് പോയില്ലേ. രണ്ടാള് ചെരുപ്പ് വൃത്തിയാക്കണ്ട. രണ്ടാള് ഷൂ ആന്ന് തോന്നൂല്ലേ. ഷൂ ഇനി ഉണങ്ങോ? ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരാള് വൃത്തിയാക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിട്ടാണ്. അതൊരു സമാധാനാണ്. ഓക്കെ ഞാൻ പോട്ടെ. കൊട്ടെടുക്കണ്ടായിനോ? വേഗം വേഗം വെള്ളക്കുറവ വെള്ളക്കുറവ എന്തൊക്കെയാ? ഈ 3 ബാലാജി അല്ലേ വേഗം വേകുന്നേ? ചെറിയ ലിസ്റ്റ, നീണ്ട ലിസ്റ്റ. അരി 3 കിലോ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര നമുക്ക് കടന്നെടുത്താൽ പോരെ. എനിക്ക് അരി നമുക്ക് കടന്നെടുക്കല്ലേ. പഞ്ചസാര, ചായപ്പൊടി, ആട്ട 1 kg 59, 69. ചായപ്പൊടിക്ക് വേണ്ടി തപ്പി അടക്കാം കേട്ടോ. മൂപ്പര് ചായ കുടിക്കുന്നതിനെ കൊണ്ട് മൂപ്പർക്ക് ബ്രാൻഡ് ചായപ്പൊടി താജ്മഹൽ തന്നെ വേണം.
ഇതിങ്ങനെ പേറി കൊണ്ടുവരും. ഞാൻ അന്നേരം ബാഗ് എടുക്കാന്നൊക്കെ പറയും. മുരിങ്ങാക്കായ് വേണ്ടല്ലേ? മുരിങ്ങാക്കായ്ക്ക് നല്ല വില. സാധനം വാങ്ങിയിട്ടെത്തി. ഓ നോക്കട്ടെ. അവില്, ജാതിരി പൊടി, പായസം മിക്സ്, അരി, താജ്മഹൽ, നമ്മളെ ഫേവറേറ്റ് വെളിച്ചെണ്ണ, മുളക് വാങ്ങിക്ക്. മുളക് വേഗം ഉപ്പ് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഇങ്ങനെ തന്നെ പറ്റിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങി. എന്താ വെച്ചാൽ എന്തോ പേടി വറവിടുന്ന സമയത്തേ. പിന്നെ വറ്റൽ മുളകല്ല, കൊണ്ടാട്ട മുളക് അല്ലേ? കൊണ്ടാട്ട മുളക്, പഞ്ചസാര, പച്ചക്കറീൻ്റെ ഒരു കെട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലെ തൊട്ടുള്ള. ശരിക്കും പറയാന്ന് രാവിലെ ഒരു നേരം തുടങ്ങിയിട്ട് ഇപ്പം വരെ ഏടെ ഇരുന്നിട്ടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റൂല. അതെ, കുളിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്ക് സത്യം. ഞാൻ കുളിച്ചിട്ടോ, എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞ് പിന്നെ അയച്ച് കാലും മുഖം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയിട്ട് വരാം. പിന്നെ വന്നാൽ എന്തായാലും കുളിക്കണം. അപ്പൊ ഏതായാലും എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ചാക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം ഇത് മതി തോന്നുന്നു. ഇന്നത്തെ ദിവസം ഇപ്പൊ വീഡിയോ ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മടിയാകുന്നുണ്ടാവും. എടുക്കലും പെറുക്കലും അടക്കിപ്പെറുക്കി വെക്കലും ഒക്കെ അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുറേ പണിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വീഡിയോ ഇവിടെ നിർത്തുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമോ, പിന്നെ ബാക്കി പണിയെടുക്കുന്നതൊക്കെ വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമോ, അത് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാ, നമുക്ക് നിർത്തിക്കളല്ലേ ഇതാ. ലൈറ്റ് ഇട്ട് ഇറക്കി ഒന്നും കാണുന്നില്ല. പഠിക്കുക, പരീക്ഷയല്ലേ? പരീക്ഷയാണ്, അതുകൊണ്ട് എല്ലാരും പഠിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാരും കൈ ശരിയായതിനു ശേഷം കുഞ്ഞിനെ കണ്ടിട്ടില്ല. എന്നാലും ഒന്ന് ഇങ്ങനെ വെച്ചോലെ ഇടയ്ക്കൊന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും വേണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളെ ചാനലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എല്ലാരും സപ്പോർട്ട് ചെയ്യാട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.